വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ ആപ്പാണ്. ഫോട്ടോ ലാബ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഈ ആപ്പ് തികച്ചും ഫ്രീ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിനകത്ത് കുറച്ച് എയ്ഡും കാര്യങ്ങളൊക്കെ കാണും. ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ എയ്ഡും കാര്യങ്ങളൊന്നും കാണത്തില്ല, ഫുൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിനകത്തൊരു ഫിൽറ്റർ സെലക്ട് ചെയ്ത് അതിനകത്തൊരു ഇമേജ് എടുത്ത് അപ്ലൈ ചെയ്ത് ഇതിനകത്ത് ക്രോപ്പ് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കും. നമുക്ക് ഇഷ്ടമുള്ള ക്രോപ്പ് കൊടുക്കാം. അതിനകത്ത് ഇൻസ്റ്റാഗ്രാം സൈസാണ് ഈ കിടക്കുന്നത്. എന്നിട്ട് ആരോ പിന്നെ അതിപ്പോൾ പ്രോസസ്സിംഗ് എന്നാണ് എഴുതി കാണിക്കുന്നത്. ഇതിനകത്ത് പ്രോസസ്സിംഗ് 5 എന്നൊക്കെ ചിലതിനകത്ത് എഴുതി കാണിക്കും. അത് കൂടുതൽ സ്റ്റെപ്പുള്ള ഫോട്ടോ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡൺ എന്ന് എഴുതി കാണിക്കുന്നത്. ഇപ്പോൾ ദാണ്ട് ആ ഫോട്ടോ ഒക്കെ നല്ല സൂപ്പറായിട്ട് കാർട്ടൂൺ ഫോട്ടോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ഫിൽറ്ററിലോട്ട് പോകാം. ഇപ്പോൾ ദാണ്ട് ഇതൊരു ഫിൽറ്ററാണ്. ഇതിൽ സാധാ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഒരാൾ ഫോട്ടോ എടുക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ പഴയ ഫിൽറ്ററാണ്. ഇനി നല്ല പുതിയ ട്രെൻഡിങ്ങിനകത്ത് നല്ല സ്റ്റിക്കർ സൈഡിലൊക്കെ കിടപ്പുണ്ട്. പിന്നെ അടിയിലോട്ട് കാർട്ടൂൺ ഫിൽറ്ററൊക്കെ ഉണ്ട്. ഇതിന് സിംഹത്തിൻ്റെ ഇപ്പം ഈ മാനിപ്പുലേഷൻ ഫോട്ടോ ഒക്കെ കണക്കാണിത്. അപ്പോൾ നമുക്ക് അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ഇവിടെ ഇപ്പോൾ ഒരു ഫേസ് ആനിമേറ്റർ കിടക്കുന്നതാണ്. അതിനകത്ത് ഇപ്പോൾ ഫേസ് ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ളൊരു ഫേസ് ആനിമേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടിയിലോട്ട് പോകണ്ട. ഇനി നമുക്ക് റെക്കമെൻഡഡ് എന്ന് എഴുതി കാണിക്കുന്ന ഒരു സെക്ഷനിലോട്ട് പോകാം. ഇതിനകത്ത് കിടക്കുന്ന അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കുറേ ഫിൽറ്ററാണ്. ഇതിനകത്ത് പല ടൈപ്പ് ഫിൽറ്ററുണ്ട്. ഇതിനകത്ത് നമുക്ക് പല ടൈപ്പ് പോപ്സ് എന്നൊക്കെ ഉള്ള ഫിൽറ്റർ. ഇതിനകത്ത് ഇപ്പോൾ കാർട്ടൂൺ ഫിൽറ്ററുണ്ട്. ഇതിനകത്ത് ഫോട്ടോ എൻഹാൻസ് ഇപ്പോൾ കൊമ്പ് വന്ന കണക്കൊരു ഫിൽറ്റർ, ബട്ടർഫ്ലൈ പറക്കുന്ന കണക്കത്തെ ഫിൽറ്റർ, ഡബിൾ എക്സ്പോഷൻ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ. പക്ഷേ ഇതിനകത്ത് ഡബിൾ എക്സ്പോഷൻ ഫിൽറ്ററൊക്കെ നല്ലൊരു ഫിൽറ്ററാണ്. ഇത് അടുത്തത് വന്ന് അപ്സൈഡ് ഡൗൺ. ഇതിനകത്ത് ഇതൊക്കെ നല്ലൊരു ഫിൽറ്ററാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫിൽറ്ററാണ്. പിന്നെ ഇതാ ഫേസ് മായ്ച്ചുകൾ, ഇതൊക്കെ മിക്കവരും പ്രൊഫൈൽ ഫോട്ടോ ഇടാറുള്ളതാണ്. ഇവിടെ ഒരു ഡബിൾ എക്സ്പോഷൻ കിടക്കുന്നു, ഇങ്ങനെ കുറേ കിടപ്പുണ്ട്. ഇതിപ്പോൾ തമ്പ്നെയിലൊക്കെ ഇടാം. ഇതൊക്കെ നല്ല ബെസ്റ്റാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ കുറേ കാറ്റഗറി കിടപ്പുണ്ട്. ഇവിടെ ആർട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ഇതിനകത്ത് ഇതും നല്ലൊരു ഇതൊക്കെ വാട്സപ്പിലും പ്രൊഫൈലൊക്കെ ഇടാനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊക്കെ ഇടാനും നല്ലൊരു ഫീൽഡിനൊരു ഇത് കിട്ടാനും പറ്റിയൊരു പോസ്റ്റാണ്. അപ്പുറത്ത് കിടക്കുന്ന ഫോട്ടോ ആണ് ഇങ്ങോട്ടായി. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് ഇതിനകത്തോട്ടാക്കാം. അപ്പോൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അതേ സെയിം കണക്കത്തെ കിടപ്പുണ്ട്. ഇപ്പോൾ ദാണ്ട് ഇവിടെ ന്യൂസ് പേപ്പർ പോർട്രേറ്റ് എന്ന് പറയുന്നൊരു ഫിൽറ്റർ. ഇതൊക്കെ പോർട്രേറ്റിന് ബെസ്റ്റാണ്. ഇതെല്ലാം നല്ലൊരു ഫിൽറ്ററാണ്. ഇതൊക്കെ ഡ്യുവൽ ടൂൺ ഫിൽറ്റർ കണക്ക്. ഇപ്പോൾ ദാണ്ട് ഇത് വേറൊരു ഫിൽറ്റർ, ഇതൊരു ഡൂഡിൽ കണക്ക് ഉള്ളത്. പക്ഷേ ഇത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്ത് കറക്റ്റായിട്ട് അവർ ഡൂഡിലൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു ഡബിൾ എക്സ്പോഷൻ ഫോട്ടോ. ഇതിപ്പോൾ ഇങ്ങനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ അത് തന്നെ ഒരു കാർട്ടൂണാക്കി ബാക്ക്ഗ്രൗണ്ട് മാറ്റും. അപ്പോൾ ഇനി അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ ടൈപ്പ് ഫിൽറ്റേഴ്സ് കാണും. ഇപ്പോൾ ഡബിൾ എക്സ്പോഷൻ, ഇത് മൊത്തം ഡബിൾ എക്സ്പോഷനാണ്. ഇതൊരു ഫോട്ടോ മാത്രമല്ല, 2 ഫോട്ടോ. ഇതിനകത്ത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ കാണാം പല ടൈപ്പ് ഫിൽറ്ററാണ്. ഈ ഫോട്ടോ ആണ് ഈ ഫോട്ടോയിലോട്ടായത്. നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ അധികം നല്ല ഫിൽറ്റേഴ്സ് കാണാതെ പോയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നല്ല സൂപ്പർ ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് ഏലിയൻ ടൈപ്പ് ഫിൽറ്ററൊക്കെ ഉണ്ട്. പിന്നെ ഫേസിൻ്റെ മേളിൽ കൈ വെക്കുന്നതാണ് കുറേ ഫിൽറ്റർ. അതാണ്ട് ഈ ഫിൽറ്റർ. ഇപ്പം ഫേസ് മോണ്ടേജസ് എന്നാണ് ഈ ഫിൽറ്ററിൻ്റെ പേര്. അത് അവിടെ എടുക്കാം. ഇതിപ്പോൾ മാസ്റ്റർ പീസ്. ഇത് കുറേ ലൈറ്റ്റൂം പ്രീസെറ്റ് കണക്കത്തെ കുറേ എഫക്റ്റ് കൊടുത്തേക്കുന്ന കണക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫേസിൻ്റെ മേളിൽ കൈ വെക്കുന്ന കണക്ക്. ഇതിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് കണക്ക്. പക്ഷേ അത് പിക്സാർട്ടിലാണ് എഡിറ്റ് ചെയ്തത്. വേറൊരു ഫേസ് ആനിമേറ്റർ കിടക്കുന്നു. ഇപ്പോൾ ഇത് നല്ലൊരു ഫിൽറ്ററാണ്. ഇൻ ലിക്വിഡ് കളർ എന്നാണ് ഫിൽറ്ററിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ നല്ല ഫിൽറ്റേഴ്സൊക്കെ കാണാം. ഇപ്പോൾ ഇതാണ്ട് ഇവിടെ ഇമോഷൻ ചേഞ്ചർ എന്ന് പറയുന്ന ഫിൽറ്റർ. ഇതിപ്പം ഫേസിൻ്റെ ഇമോഷൻ ചേഞ്ച് ചെയ്യാൻ നടക്കുന്ന ഫിൽറ്ററാണ്. ഇവിടെ ഇപ്പോൾ മെസ്സിയുടെ ഉടുപ്പിനകത്ത് നമ്മുടെ ഫോട്ടോ വരുന്ന കണക്ക്. അതങ്ങനെ പല ടൈപ്പ് മ്യൂസിയത്തിലൊക്കെ നമ്മുടെ ഫോട്ടോ ഇരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറാണ്. ഇതിനകത്ത് നല്ല കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒട്ടും കൊള്ളാത്ത കുറേ ഫിൽറ്റേഴ്സും ഉണ്ട്. ഇപ്പോൾ അതിന് കാരണം ഈ ആപ്പിൻ്റെ ഡിസൈനേഴ്സ് മെയിനായിട്ട്
കുറേ ക്രിയേറ്ററാണ്. അതിനകത്ത് പല ടൈപ്പ് ക്രിയേറ്ററുണ്ട്. അതിനകത്ത് പലവരും ചെയ്ത എഫക്റ്റ് തന്നെ അത് പല ടൈപ്പ് ഫിൽറ്ററാക്കി മാറ്റും. ചിലതൊക്കെ അങ്ങ് ബോറാവും. പക്ഷെ ചിലതൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. അതൊക്കെ നല്ല 5 സ്റ്റാർ ഫിൽറ്ററായിരിക്കും. നിങ്ങൾക്ക് അതിനകത്തെടുത്ത് നോക്കിയാൽ കാണാം. പിന്നെ അതിപ്പോൾ പല ടൈപ്പ് ഫിൽറ്ററുണ്ട്. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബർത്ത്ഡേക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഇതിപ്പോൾ കളർ സ്പ്ലാഷ് കണക്കൊരു ഫോട്ടോയാണ്. അത് നല്ല ഫിൽറ്റേഴ്സ് ഉണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ GTA എന്നൊക്കെ പറഞ്ഞ് ഫിൽറ്ററൊക്കെ കാണാം. അതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അതാണ്ട് ഇതിപ്പോൾ GTA ഫിൽറ്ററാണ്. ഇതിനകത്ത് താണ്ട് ബൂമ് പോപ്പ് ബാൻ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്യുമ്പം അവരുടെ ഒരു ഫോട്ടോ ലാബ് എന്നും പറഞ്ഞൊരു വാട്ടർമാർക്ക് വരും. അത് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഗൂഗിൾ ഡ്രൈവിനാണ്. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം. അതിനകത്ത് കുറേ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് കണ്ടൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ. Shots by PV. Stay tuned.